ഇന്ത്യയുടെ യുവനിര അത്രയും മോശം നിരയുമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ലീഡ്സിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റിനിടെ അത് യുവനിര തെളിയിക്കുകയുണ്ടായി. അതെ, ആദ്യ ഇന്നിംഗ്സിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ച ബെൻ സ്റ്റോക്സിന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു. ബെൻ സ്റ്റോക്സ് ബാറ്റിംഗിന് അയക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇംഗ്ലണ്ടിൽ വേനൽക്കാലമാണ്, പക്ഷേ ലീഡ്സിൽ പിച്ച് റിപ്പോർട്ട് അനുസരിച്ച് മഴ പെയ്യുമായിരുന്നു. അതായത് മഴയുണ്ടാവും, 1, 2, 3 ദിവസങ്ങളിൽ മഴ പെയ്യും. ആദ്യത്തെ ദിവസം അന്തരീക്ഷം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കും. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചാണ് ഒരുക്കിയെങ്കിലും ആദ്യം 2-3 ദിവസങ്ങളിൽ പേസിന് അതായത് പേസർമാർക്ക് ഗുണം ചെയ്യുന്ന പിച്ചായിരിക്കും എന്നാണ് പിച്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നലെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമൊന്നും ആയിരുന്നില്ല. വരുന്ന 2 ദിവസങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അത് ബാറ്റിംഗ് ദുഷ്കരമായിരിക്കും എന്നൊക്കെയാണ് പിച്ച് റിപ്പോർട്ടിലുള്ളത്. പക്ഷെ എൻറ്റയർലി ഡിഫറെന്റ് ആയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇന്ത്യൻ യുവനിര ഒരു പടനിര തന്നെ ആയി മാറി എന്ന് വേണം പറയാൻ. ആദ്യം ഓപ്പണിംഗ് ബാറ്റിംഗിന് ഇറങ്ങിയ KL രാഹുലും ജയ്സ്വാളും ചേർന്ന് ഇംഗ്ലണ്ട് ബൗളർമാരെ തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ടെസ്റ്റ് മത്സരത്തിലുപരി ഒരു ക്ലാസിക് ബാറ്റിംഗ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചത്. അർദ്ധ സെഞ്ചുറിക്കകലെ വെച്ചിട്ട് KL രാഹുൽ വീണു പോകുന്നുണ്ട് എങ്കിലും ജയ്സ്വാൾ ഒരൊറ്റത്ത് തന്റെ സ്വതസിദ്ധമായ ആ ഒരു ബാറ്റിംഗിലൂടെ അടിച്ചു മുന്നേറുകയായിരുന്നു. 101 റൺസാണ് അദ്ദേഹം, അതായത് സെഞ്ചുറി അടിച്ചു. വിദേശ പിച്ചിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി സെഞ്ചുറി അടിച്ചു. ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, അത് വിസ്മരിക്കുന്നില്ല. പക്ഷെ മികച്ച ബാറ്റിംഗ് ആയിരുന്നു. 16 ബൗണ്ടറികളും ഒരു സിക്സുമാണ് അദ്ദേഹം അടിച്ചത്. പിന്നീട് വന്ന അതായത് ടെസ്റ്റ് ഇന്നലെ നമ്മുടെ സായ് സുദർശൻ മികച്ച രീതിയിൽ IPL-ലൊക്കെ കളിച്ച സായ് സുദർശൻ മികച്ച രീതിയിൽ, അതായത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള ബാറ്റ്സ്മാനാണ്, നല്ല ബാറ്ററാണ്, ഒരു യുവനിരയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഷോട്ട് കളിക്കുന്ന ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിഴച്ചു, അദ്ദേഹം കീപ്പർ ക്യാച്ചായി മടങ്ങുകയാണ് ഉണ്ടായത്. കേവലം തെറ്റായാണ് അദ്ദേഹം, അതൊരു വിഷമം ഉണ്ടാക്കി. പക്ഷെ മറ്റുള്ള ബാറ്റർമാരെല്ലാം മികച്ച രീതിയിൽ കളിച്ചു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വിദേശത്ത് തന്റെ റെക്കോർഡുകളൊക്കെ പൊളിക്കുന്ന കാഴ്ചയാണ്. അതായത് വിദേശത്ത് അദ്ദേഹത്തിന് ടെസ്റ്റിൽ ബാറ്റിംഗ് ആവറേജ് 35 or 30 എന്തോ ഉള്ളൂ. ആ ഒരു കുറവാണ് അദ്ദേഹം ഇന്നലെ നികത്തിയത്. വിദേശ പിച്ചുകളിൽ മര്യാദക്ക് കളിക്കാത്ത ഒരു ബാറ്റർ എന്ന രീതിയിൽ അത് വിമർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറവ് നികത്തുന്നതാണ് കണ്ടത്. അദ്ദേഹം സെഞ്ചുറി അടിച്ച് നോട്ട് ഔട്ട് ആയി നിൽക്കുന്നു. ഇന്ത്യ 3 വിക്കറ്റിന് 359 റൺസ് എടുത്തിരിക്കുന്നു. മറ്റൊരു മികച്ച പ്രകടനം പറയാവുന്നത് നമ്മുടെ പന്ത്, എല്ലാവരും കുണുവാവ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന പന്ത് മികച്ച ഇന്നിങ്സ് ആണ് കാണിച്ചത്. അദ്ദേഹം 65 റൺസ് എടുത്ത് നോട്ട് ഔട്ട് ആയി നിൽക്കുന്നു. 6 ബൗണ്ടറികളും 2 സിക്സും. മികച്ച ഒരു ചെറുതായിട്ടൊരു അഗ്രസീവ് ബാറ്റിംഗ്, അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ഒരു അഗ്രസീവ് ബാറ്റിംഗ് തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും സെലക്ടർമാരെയും കോച്ച് ഗൗതം ഗംഭീരനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബാറ്റിംഗ് നിരയാണ് വന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ടോസ് നേടി ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചത് അവർക്ക് ഒരു പണി പാളി എന്നാണ് തോന്നുന്നത്. കാര്യം ഇനി വല്ല മൂടിക്കെട്ട് അന്തരീക്ഷമോ പിച്ചിൽ മഴ പെയ്യുകയോ ചെറിയ നനവുണ്ടാവുകയാണെങ്കിൽ ബൗളർമാർക്ക് കൂടുതലും സ്വിംഗ് കിട്ടാൻ അത് സാധ്യമാകും, ബാറ്റർമാർക്ക് കുറച്ചും കൂടി ദുഷ്കരമാകാനാണ് സാധ്യത. അപ്പോ സെക്കൻഡ് ഇന്നിംഗ്സിൽ കയറുന്ന ഇംഗ്ലണ്ടിനും അതൊരു ബാധകമാകാനാണ് സാധ്യത. പക്ഷേ അത്ര മഴ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഒന്നും കണ്ടില്ല. പൊതുവെ ഇംഗ്ലണ്ടിൽ വേനൽക്കാലമാണ്, പക്ഷെ ഇവിടെ മഴ പ്രവചിച്ചിരുന്നു. അതായിരിക്കും അദ്ദേഹം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്. ഇന്ത്യ ആകെ ഒരു സ്പിൻ, അതായത് പേസിനെ തുണയ്ക്കുന്ന പിച്ച് ആയതുകൊണ്ട് ആകെ ഒരു സ്പിന്നറെ വെച്ചിട്ട് സ്പിന്നിംഗ് ഓൾറൗണ്ടറായ നമ്മുടെ രവീന്ദ്ര ജഡേജയെ മാത്രമേ സ്പിന്നറായി ടീമിൽ എടുത്തുള്ളൂ. കാര്യം പ്രസീദ് കൃഷ്ണ, ഷാർദുൽ ഠാക്കൂർ, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ 4 പേസ് ബൗളർമാരാണ് ഉണ്ടായത്. 4 പേസ് ബൗളർമാരെ വെച്ചാണ് ഇന്ത്യ ടീമിനെ തെരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ ബാറ്റർമാർ KL രാഹുലിനെയും വിക്കറ്റ് കീപ്പർ KL രാഹുലിനെയും ഋഷഭ് പന്തിനെയും ടീമിൽ ഉൾപ്പെടുത്തി. ധ്രുവ് ജുറേൽ ആയിരുന്നു സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. പക്ഷേ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തി. ഈ ടീം നാം എക്സ്പെക്ട് ചെയ്ത അതേ ടീമിനെ തന്നെ ഇറക്കിയത്. അതായത് ഇന്ത്യയുടെ യുവനിര ഒരു ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകുമെന്ന രീതിയിൽ സെലക്ടർമാർ സെലക്ട് ചെയ്ത യുവനിര ഒരു മികച്ച നിര. ബാറ്റിംഗ് ആദ്യത്തെ ഒരു കളി കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ കൂടി ഈ ഒരു മാച്ചിൽ ആദ്യ ദിനം കാഴ്ചവെച്ചത് ഒരു മികച്ച ഒരു ബാറ്റിംഗ് ആയിരുന്നു, മികച്ച ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാണ് നമ്മുടെ അഭിപ്രായം. ഹായ് ഫ്രണ്ട്സ്, വരും ദിവസങ്ങളിൽ ഇന്നും കളിയുണ്ട്. 2ാം ദിനം കളി ആരംഭിക്കുമ്പോൾ എന്താവും എന്ന് കണ്ടറിയാം. ഏതായാലും 5 ടെസ്റ്റുകൾ അടങ്ങുന്ന പരമ്പരയിൽ വിദേശ പിച്ചുകളിൽ കുറെ പേർ ഇപ്പൊ ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി എന്ന് പേരിട്ടുണ്ട്. ഈ ട്രോഫി ഇന്ത്യയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന്, നേരത്തെ പട്ടൗടി ട്രോഫി ആയിരുന്നു, കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ, വരുന്ന ബാക്കി 4 ദിവസങ്ങളിൽ പുറത്തെടുക്കട്ടെ, 5 ടെസ്റ്റുകളിൽ പുറത്തെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ അപ്ഡേറ്റ് നിങ്ങളുടെ മുൻപിൽ എത്തിക്കും.
വീഡിയോ അങ്ങനെ റീച്ച് ആവുന്നില്ല, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല കാണുന്നില്ല വീഡിയോയിൽ. പക്ഷെ നിങ്ങളൊന്ന് സഹകരിക്കുക, മുഴുവൻ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയാറില്ല, കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഏതായാലും ക്രിക്കറ്റിനെ പറ്റിയും സ്പോർട്സിനെ പറ്റിയുള്ള എല്ലാ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ.